പരിശുദ്ധ അമ്മയ്ക്ക് പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ഇന്ന് നിങ്ങളുടെ കണ്ണിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും പരിശുദ്ധ അമ്മ കാണുന്നുണ്ട്. അത് തുടച്ചു മാറ്റുവാൻ അമ്മയെപ്പോലെ സ്നേഹമുള്ള മറ്റൊരാളും ഈ ഭൂമിയിൽ ഇല്ല. നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ മനസ്സിലാക്കുന്ന അമ്മയോട് നിങ്ങളുടെ ആവലാതികൾ പറഞ്ഞാൽ അമ്മ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു തരും. എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, ഒരു ദിവസം കൂടി അങ്ങയോട് ആയിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും ഓരോ പ്രശ്നങ്ങളുമായി കരയുന്ന ഓരോ മക്കളെയും, വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും, എല്ലാ രോഗികളെയും, പ്രവാസ കുടുംബങ്ങളെയും, എല്ലാ പ്രവാസികളെയും, മറ്റെല്ലാവരെയും അമ്മയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനം ജപമാല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപാസനം അമ്മയുടെ ശക്തി എൻ്റെ ഭവനത്തിലും സംഭവിക്കാൻ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സങ്കടങ്ങൾ അമ്മ ഏറ്റെടുക്കണമേ. എൻ്റെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും അത് പരിഹരിച്ചു തരുവാനും എൻ്റെ കണ്ണുനീരൊപ്പാനും അമ്മയ്ക്ക് കഴിയും എന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. ഏറ്റവും വലിയ ശരണത്തോടെ ഞാനും എൻ്റെ ഭവനത്തിലുമുള്ളവരും അങ്ങേ സഹായത്തിനായി കേഴുന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. അവിടുന്ന് കാണിക്കുന്ന കാരുണ്യത്തിന് അമ്മയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഭവനത്തിൽ നേരിടുന്ന വെല്ലുവിളികളിലും മാനസിക സംഘർഷങ്ങളിലും ഒരു വിടുതൽ ഞങ്ങൾക്ക് വേണം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയുടെ ഒരു അത്ഭുത കവാടം എൻ്റെ നിയോഗത്തിന് മുന്നിൽ തുറക്കണമേ. ഇത് സാധിച്ചു തന്നാൽ മാത്രമേ അമ്മയെ ഞാൻ വിടുകയുള്ളൂ. ഇനിയും കരയാൻ എന്നെ അമ്മ അനുവദിക്കരുതേ. നിരാശയുടെ പടുകുഴിയിൽ ആണ്ടിരിക്കുന്ന എന്നോടും എൻ്റെ കുടുംബത്തോടും ദയ തോന്നണമേ. എൻ്റെ പ്രതീക്ഷകളിൽ വെളിച്ചം കാണാത്ത നിമിഷത്തിൽ അമ്മയുടെ ശക്തിയിലും സ്നേഹത്തിലും പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ അങ്ങയിലാണ് അഭയം പ്രാപിക്കുന്നത്. മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി വാനോളം അവർ പുകഴ്ത്തുമ്പോൾ മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹം പോലെ അമ്മയുടെ അനുഗ്രഹത്തിന് ഞാനും അവകാശിയാണല്ലോ. എനിക്കും എൻ്റെ കുടുംബത്തിനും സന്തോഷം നൽകണമേ. ജീവിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുമ്പോൾ അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് കൂടി അമ്മയുടെ അനുഗ്രഹം ലഭ്യമാക്കുവാനും ഞാൻ പരിശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ഓരോ വിളിയും സ്വർഗത്തിലേക്കുള്ള പാത സുഗമമാക്കുന്നതിനാണെന്ന്
ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും ബോധ്യപ്പെടുത്തി ഓർമ്മിപ്പിക്കണമേ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച എനിക്ക് അടിയന്തരമായി സഹായം ആവശ്യമുള്ള ഈ നിയോഗത്തെ ഇവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അമ്മ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ കണ്ണടച്ച് അമ്മയുടെ മുൻപിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക. അമ്മേ, അമ്മയുടെ കരങ്ങളിൽ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ട് ഈ ആവശ്യം സാധിച്ചു തരുവാൻ എൻ്റെ ഭവനത്തിൽ വന്ന അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം സുഗമമാക്കുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രത്യാശയുണ്ട്. അങ്ങയുടെ സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരണമേ. ഈ യാചനകൾ എല്ലാം കർത്താവ് ഈശോ മിശിഹ വഴിയായി അമ്മ ഞങ്ങൾക്ക് അരുളേണമേ. ഇതാ നിന്റെ അമ്മ എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് അന്ത്യസമ്മാനമായി നൽകപ്പെട്ട പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയെ ഞങ്ങളുടെ മാതാവും മധ്യസ്ഥയുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ മഹാദാനത്തെയോർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയ നല്ല ദൈവമേ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ നിയോഗങ്ങളും ഏറ്റെടുക്കണമേ. ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ, സാന്നിധ്യത്തിലൂടെ ഞങ്ങളുടെ ഭവനങ്ങൾ ജീവന്റെ ഭവനങ്ങളാക്കി മാറ്റണമേ. നന്മയുടെ ഭവനങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളെയും ലോകമെമ്പാടും വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിക്കുന്നു. എല്ലാവർക്കും അങ്ങ് തുണയും സങ്കേതവും ആയിരിക്കണമേ. ദൈവമാതാവേ, അമ്മയിൽ അഭയം തേടുന്ന ഞങ്ങളെല്ലാവരെയും പാപത്തിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിനായി എന്നെയും എൻ്റെ ഭവനത്തിലുള്ള ഓരോ അംഗങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ, മാതാവേ, ഞങ്ങളെ എല്ലാവരെയും ദുഷ്ടശക്തികളിൽ നിന്ന് കാത്തുകൊള്ളണമേ. യാതൊരു തിന്മയും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നുകൂടാൻ ഇടവരുത്തരുതേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ സഹോദരങ്ങളിൽ നടമാടുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ദൂരെ എറിയണമേ. അമ്മയുടെ സാന്നിധ്യത്തിൽ
സംരക്ഷണത്താൽ ഞങ്ങളെ, ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിർത്തണമേ. ഇന്ന് ലോകത്തിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളിൽ ആരും ആ വഴിക്ക് നീങ്ങുവാൻ ഇടവരുത്തരുതേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയായി നാം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ മേഖലകളെയും അമ്മയ്ക്ക് സമർപ്പിക്കാം. കൂടാതെ നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ആർക്കൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടോ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും ചോദിച്ചുകൊണ്ട് ഏറ്റുചൊല്ലുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവത്തിൻ്റെ അമലോത്ഭവ ജനനി, മാധുര്യവും കരുണയും നിറഞ്ഞ അമ്മേ, അമ്മേ, ഈ ഭവനത്തിൽ അമ്മ നാഥയും സംരക്ഷകയുമായി ഞാൻ ഏറ്റുപറയുന്നു. സ്നേഹം നിറഞ്ഞ എൻ്റെ അമ്മേ, എൻ്റെ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും, അഗ്നിബാധയിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും, ശത്രുക്കളുടെയും കള്ളന്മാരുടെയും ഇടയിൽ നിന്നും കാത്തുകൊള്ളണമേ. ആത്മികവും സാമ്പത്തികവുമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഓ പരിശുദ്ധ മറിയമേ, എൻ്റെ ഭവനത്തിൽ പാർക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അമ്മ കാത്തു പരിപാലിക്കണമേ. അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിനായി അവരെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ച് വരുമ്പോഴും എല്ലാം അമ്മ ഞങ്ങളെ കാത്തുകൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ശാരീരികവും ആത്മീയവുമായ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാ വിപത്തുകളിൽ നിന്നും അവിടുന്ന് പരിരക്ഷിക്കുകയും ദൈവത്തെ സ്നേഹിച്ച് നിർമ്മലരായി ജീവിച്ച് അവിടുത്തെ പ്രസാദത്തിൽ മരിക്കുവാനുള്ള വരത്തിനായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ സംരക്ഷകയും മധ്യസ്ഥയും ആയ പരിശുദ്ധ അമ്മേ, അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അമ്മയെ വണങ്ങുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ, സാന്നിധ്യത്തിലൂടെ എനിക്കും എൻ്റെ ഭവനത്തിനും നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും അമ്മ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തി സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും
സമാധാനത്തിൻ്റെയും മാതൃകയാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ. ഭിന്നിപ്പും കലഹവും കൈവെടിഞ്ഞ് പരസ്പരം ക്ഷമിച്ചും സഹിച്ചും സുഖദുഃഖങ്ങൾ പങ്കുവെച്ചും മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ ഭവനത്തിലുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ഭവനത്തിൽ ആരൊക്കെ വസിക്കുന്നോ അവരെ എല്ലാവരെയും സഹായിക്കണമേ. ഭാര്യാഭർത്താക്കന്മാരെ അമ്മയുടെ സ്നേഹ ചൈതന്യത്താൽ നിറയ്ക്കുകയും മരണം വരെ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ദൈവ ശുശ്രൂഷയ്ക്കും സഭാസേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ. വചനം പഠിക്കുവാൻ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രത്തിലെ കൊച്ചു കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലനിർത്തണമേ. സാമ്പത്തിക വിഷമതകളിലും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ സമ്പത്തും ആരോഗ്യവും കഴിവുകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കുടുംബങ്ങളുടെ പ്രതീക്ഷയും തിരുസഭയുടെ വിശ്വസ്തരും സമൂഹത്തിൻ്റെ അഭിമാനവുമായി ഞങ്ങളുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കളായ ഞങ്ങളെയും എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടൊത്ത് നിത്യഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ എടുക്കുന്ന ഓരോ പ്രവൃത്തിയിലും ഓരോ തീരുമാനത്തിലും ഓരോ ചുവടുവെപ്പിലും അമ്മയുടെ കരസ്പർശം ഉണ്ടാകണമേ. നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് മാത്രം തിരഞ്ഞെടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായി പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ഞങ്ങളിൽ നന്മ നിലനിർത്തണമേ. നല്ല വഴിക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ പാതകളെ പ്രകാശത്തിൻ്റെ പാതയിലൂടെ കൊണ്ടുപോകണമേ. അമ്മേ ദൈവമാതാവേ, അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കി ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും പൊതിഞ്ഞുകൊള്ളണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നടമാടുന്ന തിന്മയുടെ ശക്തികൾ തേടി ഭയം, ആകുലത, വിഷമത, ആസക്തി തുടങ്ങിയ എല്ലാ പ്രതിബന്ധങ്ങളെയും ശക്തികളെയും എടുത്തു മാറ്റണമേ. യാതൊരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ ഭവനത്തെയും ഭവനത്തിലുള്ളവരെയും ബാധിക്കുവാൻ ഇടവരുത്തരുതേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമൃദ്ധമായി നിറയ്ക്കണമേ. പരിശുദ്ധാരൂപിയുടെ അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, മംഗളവാർത്താ സമയത്ത് ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ച അമ്മേ, ഞങ്ങളെ പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന് ദൈവഹിതം മനസ്സിലാക്കി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചതുപോലെ ഞങ്ങളും ദൈവഹിതം മനസ്സിലാക്കുന്നതിനും പൂർണ്ണമായും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിലെ അംഗങ്ങൾക്കും നൽകണമേ.
ഓ ദൈവമാതാവേ, അമ്മയെപ്പോലെ ഞങ്ങളും ദൈവം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളും നന്ദിയോടെ സ്വീകരിച്ച് എളിമയിലും ദൈവസ്നേഹത്തിലും വളർന്നു വരുവാൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, തിരുക്കുമാരൻ്റെ അനന്ത കാരുണ്യത്തിൽ ആശ്രയിച്ച് യാചിക്കുന്ന എല്ലാവർക്കും നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അവിടുത്തെ പ്രാർത്ഥനയുടെ ശക്തിയുള്ള വിശ്വാസത്തിൽ നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ അപേക്ഷിക്കുന്ന എൻ്റെ പ്രാർത്ഥന എനിക്ക് സാധിച്ചു തരണമേ. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും ഞങ്ങളുടെ അനുഗ്രഹത്തിനായി, ഈ അനുഗ്രഹം പ്രാപിക്കുന്നതിനായി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കുന്നു. അവിടുത്തെ പുത്രൻ്റെ പീഠാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയാൽ ഞങ്ങളുടെ എളിയ യാചനകൾ സാധിച്ചു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.